ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. കൈകൾ ഈശ്വരക്ക് നീട്ടി. ആദ്യനും അന്ത്യനും നീ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആദ്യനും അന്ത്യനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ വിവിധ സമയങ്ങളിലായി ഈ മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുരിതങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരെയും വിദൂരങ്ങളിലെ ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെയും
കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടിയെക്കുറിച്ചുള്ള അങ്ങയുടെ സുവിശേഷ കാഴ്ചപ്പാടുകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ ബോധ്യത്താൽ സന്തോഷത്തോടെ സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന മണിക്കൂറുകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ ഉടമ്പടി ബോധ്യങ്ങളാൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ബൈബിൾ ധ്യാനം പോലെ അല്ല ഉടമ്പടി ബൈബിൾ ധ്യാനം. ഉടമ്പടിയിൽ നമ്മൾ അന്വേഷിക്കുന്നത് ഇതിൻ്റെ സാങ്കേതിക വിദ്യകളാണ്. ഇഫക്റ്റ് മാത്രമല്ല, ഇതിൻ്റെ കോസ് എന്താണെന്ന് നമ്മൾ നോക്കും. അപ്പം നമ്മൾ സോ ദാറ്റ് വേവർ മേ ബി അവിടെയെല്ലാം നമ്മൾ എവിടെയായിരുന്നാലും അവിടെയെല്ലാം നമുക്കിതിൻ്റെ തത്വം അറിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഷാർപ്പായിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റുഡിയസായിട്ട് നമുക്കറിയാം, നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അതിൽ പകുതിയിലേറെയും അഭ്യസ്തവിദ്യരാണ്. കാര്യം എബവ് ഡിഗ്രി ലെവലുള്ള ആൾക്കാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പ്രൊപ്പോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഫോർമുല സ്ട്രിക്റ്റ്ലി ബിബ്ലിക്കലാണെന്നും അത് സത്യസന്ധമായിട്ട് ആര് ആക്ടിവേറ്റ് ചെയ്യുന്നു അത് തന്നെ ക്രിസ്ത്യൻ എന്ന് അങ്ങനെ ഇല്ല. ആർക്കാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളത് അവർക്കെല്ലാം ഇതിൽ നിന്ന് നല്ല ശരിക്കും ഗെയിൻ ചെയ്യാൻ പറ്റും. സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും ആരാണ്. പിന്നെയും അവിടെ കുറച്ച് കുറവ് വരണത് പാരമ്പര്യ വിശ്വാസികൾക്ക് മാത്രമേ ഒരു കുറവ് വരത്തുള്ളൂ. പാരമ്പര്യ ക്രിസ്ത്യ വിശ്വാസികൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഇന്ന് വരെയുള്ള വിശ്വാസധാരണകളെ ബേസ്മെൻ്റാക്കിക്കൊണ്ട് അപ്ഡേഷന് വേണ്ടിയുള്ള ഒരു മനസ്സുരുക്കം ഉണ്ടാകണം. അല്ലാതെ പലപ്പോഴും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടറിയാൻ പാടില്ലാത്തൊരു ശാസ്ത്രീയ ഗീതം പാടിയിട്ട് നാടൻ പാട്ട് പോലെ ആക്കണ പോലെയാണ് ആൾക്കാർ ഉടമ്പടി ചെയ്ത് കുളവാക്കണത്. പാട്ട് സംഗീതം അറിയാൻ പാടില്ല, പക്ഷേ ശാസ്ത്രീയ സംഗീതം കേട്ടിട്ട് അവർ പാടുമ്പോൾ അവിടെ നാടൻ പാട്ട് പോലെ ആയിപ്പോകും. സാധാരണ ആൾക്കാർ അതിൻ്റെ സ്വരരാഗ നിശ്ചയമൊന്നും ഇല്ലാതെ പാടത്തില്ലേ, അതുപോലെ ഇതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് അത് നൊവേനയാക്കി കളയുന്ന ആൾക്കാരുണ്ട്. അത് ഈ പാരമ്പര്യ ക്രിസ്ത്യൻസിനാണ് സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് ഈ ഉടമ്പടിയിൽ അധികം അവർ നമുക്കറിയാവുന്ന ആണ് വിചാരിച്ചുകൊണ്ട് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ് ആകും. പക്ഷേ ഫ്രഷ് ഹാൻഡ്സൊക്കെ ഭയങ്കരമായ രീതിയിൽ അത് എക്സർവ് ചെയ്യാൻ ആരായാലും ഫ്രഷ് ഹാൻഡ്സ് ആദ്യമായിട്ട് ഇതിലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഗംഭീര സാക്ഷ്യങ്ങളാണ്. മനസ്സിലായ? വിശ്വാസം പ്രാർത്ഥനയാക്കാം. അതാരെയാണ് ടാർഗറ്റ് ചെയ്യണത്? ദൈവത്തെ അല്ലേ? വിശ്വാസം പ്രഖ്യാപനമാക്കാം. ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്? സൊസൈറ്റി, എൻ്റയർ കമ്മ്യൂണിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? മനുഷ്യരുടെ മുമ്പിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:32. ഓക്കെ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ, പറഞ്ഞേ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. അപ്പം ഈ മനുഷ്യരാണ് അവിടുത്തെ ടാർഗറ്റ് ചെയ്യണത്. പ്രാർത്ഥനയിൽ ദൈവത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യണത്. പ്രഖ്യാപനത്തിൽ മനുഷ്യരെയാണ് ടാർഗറ്റ് ചെയ്യണത്. എന്താ കാര്യം? മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനുള്ളതാണ്.
ഇവിടെ ഈ കവനൻ്റിൽ വരണത് പല തരത്തിലും നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വിശ്വാസം ഏറ്റുപറയും. ഇപ്പം നിങ്ങൾ വിശ്വാസത്തിൻ്റെ മറ്റൊരു സംഭവമാണ് കൈമാറ്റം, പ്രഘോഷണം. നമുക്ക് ഈ പ്രഘോഷണം ആരോടാണ് ടാർഗറ്റ് ചെയ്യണത്? അത് ഇൻഡിവിജ്വലും വരും, സൊസൈറ്റിയും വരും. ഇപ്പോൾ പ്രാർത്ഥനയുടെ ആപ്ലിക്കേഷൻസ് പ്രയോഗരീതി ഒന്ന്, വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്ന് പ്രാർത്ഥന. അതാരോടാണ്? ദൈവത്തോട്. പിന്നെ എന്താണ്? പ്രഖ്യാപനം ആരോടാണ്? ആ ഹോൾ കമ്മ്യൂണിറ്റിയോടാണ്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രഘോഷണം. പ്രഘോഷണം ആരോടാണ്? ദൈവത്തോടല്ല. അത് ആരെ ടാർഗറ്റ് ചെയ്യണത്? മനുഷ്യനെയാണ്. അത് ഇൻഡിവിജ്വലും ആകാം, ഒരു വ്യക്തിയുടെ മുമ്പിലും ആകാം. ഇപ്പം നിങ്ങൾ കൃപാസനം പത്രം കൊണ്ടേ കൊടുക്കുകയല്ലേ നിങ്ങളെ? അത് പ്രഘോഷണമാണ്. അത് ഒരു സൊസൈറ്റിയിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഒരു വ്യക്തിയെ കണ്ട് ആ വ്യക്തിക്ക് കൊടുക്കണം. ഇപ്പോൾ ഒരു ഡോക്ടർ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ ഓട്ടോറിക്ഷക്കാർക്കും സ്ഥിരമായിട്ട് ഞാൻ കൃപാസനം പത്രം കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും പഠിച്ച് നടന്നിട്ട് എന്താ ഇതൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ് അത് വന്ന് അനുഭവിച്ച് നോക്കണമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. പ്രഘോഷണം കഴിഞ്ഞു. തർക്കവുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇതും കൊണ്ട് നടക്കണമെന്ന് ഓട്ടോറിക്ഷക്കാർ അവർ സ്ഥിരമായിട്ട് ആവർത്തിക്കപ്പെട്ടപ്പോൾ ചോദിച്ചു. അപ്പോൾ അവരുടെ മറുപടി കൊടുക്കുന്നത് എന്താണ്? നിങ്ങളത് വന്ന് അനുഭവിച്ച് നോക്കുക, ക്ലിയർ. അത് ഈശോ ആദ്യകാലം തൊട്ട് പറയണതാണ്. ദൈവത്തിൻ്റെ വചനത്തിന് കം ആൻഡ് സീ, അത്രയേ ഉള്ളൂ. ദൈവികമായ കാര്യങ്ങളെല്ലാം കർത്താവ് ഒറ്റ വാക്കിലാണ് ഉദ്ദേശിക്കുന്നത്. Take the word of God. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. കൈകൾ വീശി ആരാധന, 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 അങ്ങേയ്ക്ക് ആരാധന. നമുക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകപ്പാടെ മനുഷ്യൻ ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥന മാത്രമാണ്. അവിടെയാണ് നമുക്ക് വലിയ അടയാളങ്ങൾ കാണാതെ ഇരിക്കാൻ പറ്റുന്നത്. ഇപ്പം ബൈബിളൊരു വാക്കില്ലേ, അമ്മ അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറയുന്ന ഭാഗമില്ലേ, അത് അവസാനിക്കുന്നത് 2:10 ഒന്ന് വായിച്ചേ. യോഹന്നാൻ 2:10. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 2:10. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പൊ ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്നിന് വായിച്ചേ. 2:10. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. അപ്പോൾ ഇതിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ സ്വഭാവമാണ്. എന്താണ്? 2 തരം വീഞ്ഞുണ്ട്. എന്താ? ഇപ്പം കലവറക്കാരൻ മണവാളിനെ വിളിച്ച് പറയുന്ന സംഭവമാണ്. കാനായിൽ മിറക്കിൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മിറക്കിൻ്റെ ഇഫക്റ്റ് കലവറക്കാരന് തലക്കടിച്ച് അയാൾ സംഭ്രമിച്ചുകൊണ്ട് മണവാളിനെ വിളിച്ച് പറയണ ഇതാണ്. എല്ലാ കാര്യങ്ങളും അറിയേണ്ട ആളാണ് കലവറക്കാരൻ, അല്ലേ? പക്ഷേ ബൈബിള് സത്യവേദ പുസ്തകമായതുകൊണ്ട് പറയും, നിങ്ങളുടെ ധാരണ തെറ്റാണ്, കലവറക്കാർക്ക് എല്ലാം അറിയണമെന്ന് നിർബന്ധമില്ല. പിന്നെ ആർക്കറിയാൻ പറ്റും? വെള്ളം കോരിയ ഭൃത്യന്മാർക്കേ അറിയാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ സാധാരണ വിശ്വാസികൾക്ക് അറിയാൻ പറ്റത്തുള്ളത്. കൈയിട്ടിച്ച് കർത്താൻ ഹല്ലേലൂയ. ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവരുടെ അധികാരത്തിൻ്റെ കീഴിലായി പോകും. അപ്പോൾ എന്ത് പറ്റും? സാധാരണ മനുഷ്യർക്കുള്ള ആധ്യാത്മികത ദൈവശാസ്ത്രത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരണത് ആരാണ്? പരിശുദ്ധ അമ്മ. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാധികാരികൾക്ക് ആഴമായ ബോധ്യങ്ങൾ എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. അമ്മ ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാകും. എന്ത് സംഭവിക്കും? ബൈബിൾ എന്താ പറയണത്? അതുവരെ സൂക്ഷിച്ചിരുന്ന മേൽത്തരം വീഞ്ഞ് വിളമ്പപ്പെടും. മനസ്സിലായില്ല? അതുവരെ, അതാണ് കലവറക്കാർ ചോദിക്കുന്നത്. നീ ഇതുവരെ മേൽത്തരം വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. പിന്നെ ദൈവവേദന എന്നെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയണം, എന്താണ്? നിനക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട മേൽത്തരം വീഞ്ഞ് വാങ്ങിക്കാനാണ് നീ അമ്മയുടെ അടുത്ത് വന്നിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 ഹല്ലേലൂയ. എന്നുടെ അമ്മ എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അനുഗ്രഹത്തിൽ തന്നെ 2 തട്ടുണ്ട്. ഒന്ന്, കൈയും കെട്ടി വെറുതെ ഇരുന്നാൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അതാണ് സാധാരണ വീഞ്ഞെന്ന് പറയണത്. ആർക്കും കിട്ടും. ഒരു വിശ്വാസിയാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു മനുഷ്യനായാൽ മതി, അല്ലെങ്കിൽ ഒരു മൃഗമായാലും മതി. ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വേണ്ടി, ആ ജീവജാലങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അത് ഓഹരി അവന് കിട്ടും. അതാണ് സാധാരണ വീഞ്ഞ്. ഇനി മേൽത്തരം വീഞ്ഞുണ്ട്. സ്പെഷ്യലി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് പ്രിസർവ്ഡ് ഫോർ യു. നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന, അത് 2 തരം കരുതലുണ്ട്. നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. സാധാരണ നേത്രങ്ങളിൽ നിന്ന് ദൃശ്യമാകുന്ന സ്വാഭാവിക അനുഗ്രഹം താഴ്ന്ന തരം വീഞ്ഞായിട്ട് ബൈബിൾ അവതരിപ്പിക്കും. ഇനി നമ്മുടെ ആന്തരിക നേത്രങ്ങളെ തുറക്കുന്ന ഉടമ്പടിയും ആന്തരിക നേത്രങ്ങളെ തുറവിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഉടമ്പടി അതിൻ്റെ കറക്റ്റ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്താൽ ആന്തരിക നേത്രങ്ങൾ തുറക്കും. അപ്പോൾ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നവ നമുക്ക് കാണാൻ പറ്റും. അതായത് ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്കായി അതിനകത്ത് നിത്യതയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ നിങ്ങൾ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒന്നിന് വായിച്ചാ വചനം എഫെസ്യസ് 1:18. ശ്രുതികടെ കേട്ട് സാധിച്ചു കേൾക്കുക. എഫെസോസ് 1:18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്നറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ ഈ വിശുദ്ധർക്ക് അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളിലേക്കുള്ള പ്രത്യാശ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഉടമ്പടി സത്യസന്ധമായിട്ടാണ് എടുത്തിരിക്കണമെങ്കിൽ. കാര്യം എന്താണ്? ഉടമ്പടി വഴി നീയും ദൈവം തമ്മിൽ ഒരു ആന്തരികമായ ഒരു ഓൺലൈനിലാകും.
അപ്പോൾ നിനക്ക് എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കണമെന്ന് നിനക്ക് ദൈവം നിന്നോട് പറഞ്ഞു തരും. കഴിഞ്ഞ ദിവസം ഫിഫി എന്നും പറഞ്ഞൊരു മോള് നഴ്സാണ്, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ അവളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ 4 കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ വെച്ച് തന്നെ അബോർട്ടായിപ്പോയി. 4 കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ 4 കുഞ്ഞുങ്ങളും ഗർഭഛിദ്രം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിനെ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല. അപ്പോഴേ അവളെന്താ ചെയ്ത്, അവൾ ആ സമയത്താണ് ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത്. അവൾ ഉടമ്പടി എടുത്തിട്ട് അവളുടെ അമ്മായിയമ്മോട് ഒന്ന് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. അമ്മ, എനിക്ക് ജനിക്കാൻ പോണത് പെൺകുഞ്ഞാണ്, പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം അമ്മുമ്മയുടെ പേരിടണമെന്നല്ലേ, അതിന് ഒരു ഇളവ് തരണം. ഞാൻ അവൾക്ക് മാതാവിൻ്റെ പേരെ ഇടത്തുള്ളൂ, മറിയവെന്ന്. അമ്മയ്ക്ക് സമ്മതമാണ്. ആ പറഞ്ഞ് നിനക്ക് കൊച്ചിനെ കിട്ടട്ടെ, എനിക്ക് എന്ത് സമ്മതമാണെന്ന് പറയും. ദാറ്റ് മീൻസ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ, ഹീസ് നോട്ട് പ്രഗ്നൻറ്റ്. പക്ഷെ അവൾക്കത് തരാൻ പോകുന്നു, അവൾക്ക് മാതാവ് പെൺകുഞ്ഞിനെയാണ് തരാൻ പോകണതെന്ന് ഈ കവനൻറ്റിലൂടെ ആന്തരികമായി അവൾക്ക് അഭിഷേകം കിട്ടി. എന്നിട്ട് അവളത് കുട്ടി പ്രഗ്നൻ്റ് ആകണമെന്ന് തന്നെ അവളതിന് പേരിട്ടു മറിയമെന്ന്. ഇത് എന്നെ സംഭവിച്ചത്, അടുത്ത ആഴ്ച അവൾ പ്രഗ്നൻ്റ് ആകുന്നു, 10 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നു, പെൺകുഞ്ഞാണ്, പേര് മറിയം. കൈയിടിച്ച് കർത്താവിലല്ലേ. കൃപാസനത്തിൻ്റെ അമ്മേ, നിസ്സാരമാതാവേ, വാഗ്ദാനം തേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, നമ്മൾ എഫേസ്യസ് 1:18 നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങളെ നേരത്തെ അറിയണത് എങ്ങനെയാണ്, കവനൻറ്റിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു കെമിസ്ട്രി എന്താണ്, അതാണ് 1 കൊറിന്ത്യൻസ് 2:9. ശ്രദ്ധിക്കട്ടെ, 1 കൊറിന്ത്യൻസ് 2:9 ശ്രദ്ധിക്കട്ടെ. 1 കൊരിന്തോസ് 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്ന വിഷയം, അതായത് ഒന്നിനു വായിച്ചേ, 1 കൊരിന്ത്യൻസ് 2:9 ഒന്നിനു വായിച്ചേ. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതുവരെ അനുഭവപ്പെടാത്ത കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാമല്ലോ, നമുക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകണത്. ഒന്ന്, ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ല അനുഭവങ്ങൾ ഉണ്ടാകണത്. ഇന്ദ്രിയങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കുണ്ട്, കണ്ണുണ്ട്, മൂക്ക് മണമറിയാനുണ്ട്, ചെവിയുണ്ട്, പിന്നെ നാക്കുണ്ട്. ഇപ്പോൾ ചില വിഷയം എന്താ പറയുക, 1 കൊരിന്ത്യൻസ് 2:9 എന്താ പറയണത്, ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്ത് കടക്കാത്ത, ദാറ്റ് മീൻസ് എന്താണ്, ഇതുവരെ നമുക്ക് അനുഭവത്തിലില്ലാത്ത, നിങ്ങളെ പൂർവിക അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഉടമ്പടിയെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് ഒരിക്കലും അനുഭവമില്ലാത്ത, നിങ്ങളുടെ കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, നിങ്ങളുടെ കൈകൊണ്ട് മനസ്സിലാക്കാത്ത ഒരു പരിഹാരം ദൈവം നിനക്കായി കാത്തു വച്ചിരിക്കുന്നു. അതാണ് വിശിഷ്ടമായ വീഞ്ഞ്. ശ്രദ്ധിക്കട്ടെ. 3:4
യോശുവ 3:4. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ഇതാണ് ഉടമ്പടി. ഈ വഴിയിലൂടെ നിങ്ങൾക്ക് പരിചയമില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവികൊണ്ട് കേട്ടിട്ടില്ല, മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വെക്കണം. ഒന്ന് പറഞ്ഞേ, ദൈവം തന്നെ സ്നേഹിച്ചിരിക്കുന്നവർക്കായി കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രോബ്ലം വരണത്? ഈ വിശിഷ്ടമായ വീഞ്ഞ് ആരുടേതാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവരുടേത് അല്ലേ? അതാണ് വിഷയം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും ടോപ്പ് ഫോർമുലയാണ് ഉടമ്പടിയിലുള്ളത്. നിങ്ങൾ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ ഞാനിത് ചെയ്ത് നിന്നെ സ്നേഹിക്കുകയാണ്, ഞാനിത് ചെയ്ത് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി നമുക്ക്, അതായത് ദൈവത്തിൽ നിൻ്റെ എല്ലാ പരിഹാരവും ഉണ്ട്. ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിനെ ക്രിസ്തുമതയും നിത്യതമായ ജീവിതം, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുമുള്ള എല്ലാത്തിൻ്റെയും പോംവഴികൾ, പരിഹാരം അവൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിലുണ്ട്. ദൈവം എങ്ങനെ വസിക്കണത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. എങ്ങനെ വസിക്കണത്? അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. അവൻ്റെ നാമത്തിലാണ് വസിക്കണത്. ഈ നാമത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ട്? ഇപ്പം ദാനിയേൽ വായിച്ചേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച 2:22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേൽ 2:20 അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നാമം എങ്ങനെയാണ്? എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. നമ്മൾ ഉടമ്പടിയിലൂടെ എന്താണ് ചെയ്യണത്? നമ്മൾ എന്താണ് ചെയ്യണമെന്ന് അറിയണം. ഉടമ്പടിയിലൂടെ നമ്മൾ എന്താണ് ചെയ്യണത്? അതെല്ലാം പ്രാർത്ഥനയല്ല, പ്രവർത്തനങ്ങളാണ്. അതെന്താ ചെയ്യുക? ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. ആ മഹത്വപ്പെടുത്തുന്ന വ്യത്യസ്തങ്ങളായ രീതികളെടുക്കും. പ്രാർത്ഥന എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചി ആലപ്പുഴ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ മരുമകളുടെ ജോലി, സൗദി അറേബ്യ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവർ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പോൾ അവരുടെ യൂറോപ്പിൽ പോകാനുള്ള, UK പോകാനുള്ള IELTS പരീക്ഷയുടെ ഹിയറിംഗ് പോയി. അവർക്ക് ആ സ്പീക്കിംഗ് മൊഡ്യൂൾ പോയി. അത് കിട്ടത്തില്ല. അവർക്ക് നല്ലോണം സ്പീക്ക് ചെയ്യാൻ അറിയത്തുമില്ല. അപ്പോൾ സ്പീക്കിംഗ് പോയതോടുകൂടി ഇവൾ സൗദി അറേബ്യയിൽ നിന്ന്, ഗൾഫിൽ നിന്ന് തിരിച്ചു പോരുകയും ചെയ്ത് UK പോകാനും പറ്റണില്ല. അപ്പോൾ പക്ഷേ ഇത് വന്ന് അമ്മായിയമ്മോട് പറയും, ഉഷയോട് പറയും നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. അത് അവൾ പറയും, അമ്മയ്ക്ക് അറിയാത്ത കൊണ്ടാണ്, എന്താണ് സ്പീക്കിങ്ങിന് റീവാലുവേഷൻ കൊടുത്താൽ കിട്ടത്തില്ല, റീവാലുവേറ്റ് ചെയ്യാൻ സ്പീക്കിംഗ് കൊടുത്താൽ കിട്ടത്തില്ലെന്ന് പറയും. അപ്പോൾ പറഞ്ഞു, നീ ദൈവത്തിലെ ആശ്രയിക്കും, നമ്മൾ ഉടമ്പടി ചെയ്തിട്ടില്ലേ. അതാണ് ആ വിശ്വാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്. അവർ വേറെ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരെന്താ പറയണത്? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു. റീവാലുവേഷൻ കൊടുത്ത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് അവൾക്ക് സ്കോറായി, അവൾ ജയിച്ച്. എന്നിട്ട് ഉടനെ ഇവർ വന്ന് പിന്നെ അവർക്ക് പോകേണ്ടത്, എന്നിട്ട് ഈ അമ്മ തന്നെ ഇവരോട് പറയും, നിങ്ങൾ നവംബറിൽ പോകുമെന്ന് പറയും. അത് നേരത്തെ അറിയണാണിത്. അവർ ഹൈന്ദവ സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? സാക്ഷ്യങ്ങളുടെ ലെവല് പോകുമ്പോൾ നമുക്കറിയാം. അതായത് ഷീസ് റെഡി ടു ഇൻവെസ്റ്റ് ഹെർ ഫെയ്ത്ത്. അതാണ് പ്രശ്നം. സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് ദൈവത്തിൽ അങ്ങോട്ട് വിശ്വസിക്കുന്നത്. അതനുസരിച്ച് അവരതിൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ ഒരു കത്തോലിക്കനെ കൊണ്ട് പെട്ടാൽ പറ്റില്ലെന്ന് വരും. എന്താ കാര്യം? യവനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക റെയിൽപ്പാളത്തെ കൂടി പോകല്ലേ, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ കയ്യിലെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കല്ലേ. പക്ഷേ ഇവനൊരിക്കലും ഫെയ്ത്ത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നല്ലാതെ ഒരു ഷെഡതി ഒരു കുടുംബ പ്രാർത്ഥന, ഒരു കുർബാനയൊക്കെ ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണതാണ്.
ഇതൊന്നും, അതായത് ഇതിൻ്റെ പിന്നിൽ കവനൻ്റ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. എന്നാൽ പ്രാർത്ഥിച്ചാൽ മതിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കറിയാലോ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വഴികൾ, ദൈവം സത്യസന്ധനായത് കാരണം അവിടെ പക്ഷഭേദമില്ലല്ലോ. പക്ഷഭേദമില്ല. ടേക്ക് ദ ബെഡ് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. പ്രഭാഷകൻ 35:15. പ്രഭാഷകൻ 35:15. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. അതാണ് വിഷയം. ഈ കാഴ്ചവെട്ടിൽ കണ്ണീരോടെ ആര് വന്നാലും അവൻ്റെ വിഷയം എന്താണ്, അവനതെങ്ങനെ ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മാത്രമേ നോക്കത്തുള്ളൂ. അവൻ CSI ആണ്, പെന്തക്കോസ്താണ്, അല്ലെങ്കിൽ അവൻ മുസ്ലിമാണ്, ഹിന്ദുവാണ്, അതും ദൈവത്തിൻ്റെ തിരുസ്ഥേന. ആരാണ് ഫെയ്ത്ത് ആക്ടിവിറ്റി ചെയ്യണത്, ഇൻവെസ്റ്റ് ചെയ്യണത് സത്യസന്ധമായ രീതിയിൽ? അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത. കാര്യം ഉടമ്പടി ഒരു ഫെയ്ത്ത് പ്രാക്ടീസ് എന്ന് പറയും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദാനിയേൽ 2:20. അവൻ പറഞ്ഞു ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. അപ്പൊ ഈ നാമത്തിന്റെ കണ്ടന്റ് വൈസ് എന്താണത്? ഒന്ന് ജ്ഞാനമാണ്. ദാറ്റ് മീൻസ് നീ എങ്ങനെ ജീവിക്കണമെന്നുള്ള മാർഗമാണ്. മനസ്സിലായില്ലേ? അത് ജ്ഞാനമാണ്. പിന്നെ എന്താണ്? ശക്തി. അത് നടപ്പിൽ വരുത്താനുള്ള പവറാണ്. രണ്ട് കാര്യമാണ് നമ്മൾ ഉടനെ ദൈവം നമുക്ക് ആ പ്ലാനും പദ്ധതിയും തരും, അതിൻ്റെ ഫണ്ടും തരും. ഇതാണ് എൻ്റെ വിഷയം. അതുകൊണ്ടാണ് മോസസ് ബൈബിളിൽ അതിന് വഴിയെന്നാണ് പറയണത്. വഴി. ദൈവം മോസസിന് സങ്കീർത്തനം 103:7 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 103-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും അവിടുന്ന് തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. അപ്പൊ പൊതുജനം എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്തവരും ദൈവവുമായിട്ട് സ്നേഹത്തിൽ ബന്ധമില്ലാത്ത ആൾക്കാർക്കും കാണാൻ പറ്റുന്നത് എന്താണ്? ഇഫക്റ്റ് മാത്രമേ, പ്രവൃത്തികൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള ജ്ഞാനം, എന്താണ് ചെയ്തതെന്ന് സാധാരണ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇപ്പം നിങ്ങൾ പോയി സാക്ഷ്യം പറയുമ്പോൾ നാട്ടുകാർക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്ന്. ഇപ്പോൾ ഒരു ചേച്ചി പറയാണ്, എവിടെയാണ് ഒരു സ്ഥലത്തിന് കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞാണ് അവരുടെ സ്ഥലം ഞാൻ മറന്നുപോയി, കാസർഗോഡാണ്. അവർ മടുക്കൈ ആ വാർഡിൽ ഇന്ന് 4 പേര് മാത്രമേ ഉടമ്പടി ചെയ്യാത്തതുള്ളെന്ന്. അവർ പറഞ്ഞതാണ്, ഞങ്ങളുടെ വാർഡിൽ ഇനി 4 കുടുംബം മാത്രമേ ഉടമ്പടി ചെയ്യാത്തുള്ളൂ കാസർഗോഡ്. അതെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് വരണത്? ഓരോരുത്തരും ഒന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന് വന്ന പെട്ടെന്നുള്ള മാറ്റം നാട്ടുകാർ കാണും, ഇല്ലേ? അങ്ങനെയാണ് കർത്താവിനെ തിരക്കി ജനങ്ങൾ വരണത്. മനസ്സിലായി? അതാണ് വിഷയം. അങ്ങനെയാണ് നിങ്ങളുടെ സൽപ്രവർത്തികളും കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം മക്കളുടെ മനുഷ്യരുടെ മുമ്പിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. മത്തായി 5:16. മത്തായി 5:16 പറഞ്ഞ്. മത്തായി 5:16. മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഇപ്പൊ ഉടമ്പടി ആക്ടിവേറ്റ് ആക്കുന്ന ഓരോ ഫോർമുലയാണ്. ഇപ്പൊ മത്തായി 5:16 എന്താ പറയണത്? മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട്
നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ വീശട്ടെ. അപ്പൊ ജനങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഒരു പോംവഴി എന്താണ്, ഒരു മാർഗം എന്താണ്? നമ്മുടെ സൽപ്രവൃത്തികളാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള എന്താണ്? സൽപ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് ഉഷ പറയണത്, നിങ്ങൾ വന്ന് ഉടമ്പടി നിങ്ങൾ വന്ന് റാലിക്ക് പങ്കെടുക്കുക. അപ്പോൾ മനുഷ്യർ അത് കണ്ട് നിങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർ കണ്ട് അപ്പോൾ എന്താ സംഭവിക്കണത്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ വിശ്വാസം ആക്ടിവേറ്റ് ആയാൽ ഉടനെ സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെട്ട എന്ത് വരും? റിവേഴ്സ് ഗിയർ വരും. ഒന്ന് നേരെ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ വരും. അവിടെ ന്യൂട്ടൻ്റെ തിയറി കറക്റ്റാണ്. നമ്മളൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാകും. അത് തിരിച്ച് മഹത്വപ്പെടുത്തും. അതിനാണ് 17:5 പറയണത്. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ച് 17:4, 17:5 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവേ ലോക സൃഷ്ടിക്കു മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അത് ഈ ബയലാറ്ററൽ ആക്ഷനാണ്. ശരിക്കും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ബയലാറ്ററലായിട്ട്, ഉടമ്പടി അങ്ങനെയാണല്ലോ. ഉടമ്പടിയും ബയലാറ്ററലായിട്ടുള്ള കവനൻ്റ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. നമ്മൾ നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് മത്തായി 5:16 വെച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴെന്ത് ചെയ്യും? യോഹന്നാൻ 17:5 അനുസരിച്ചുകൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ തന്നെ നമ്മൾ മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾക്ക് ദൈവം നൽകിയ മഹത്വമാണ് ജനങ്ങൾ കാണുന്നത്. അങ്ങനെയാണ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നത് ഭൂമിയിൽ. ശ്രുതികട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടുത്തെ മഹത്വപ്പെടുത്തി യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപയിൽ വളരുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, യോഹന്നാൻ 17:24. ആരാധന ആരാധന അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. യോഹന്നാൻ 17:24. പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. പോയിന്റ് പിടിയിട്ടില്ലേ? വെറുതെ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്വസ്ത്രം എന്ന് പറഞ്ഞ് സാധനം വർക്കൗട്ട് ചെയ്തില്ല. ഒരു പരിധിവരെ കരിസ്മാറ്റിക് വേൾഡിൽ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർക്ക് അനുഗ്രഹം നഷ്ടപ്പെടാൻ കാര്യം അവർ യാന്ത്രികമാക്കി എടുത്തതുകൊണ്ടാണ്. യേശുവേ സ്വസ്ത്രം, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവിടെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടൻറ് ഓഫ് ലവ് വേണം അതിൻ്റെ അകത്ത്. ഉടമ്പടി അവിടെ വിഷയം. ഉടമ്പടി നിങ്ങളെ കണ്ടൻറ് ഓഫ് ലവ് ഇല്ലാതെ ഈ സാധനം പാസ്സാക്കി തരത്തില്ല. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും പാസ്സാക്കത്തില്ല. അതിനകത്ത് കണ്ടൻറ് ഓഫ് ലവ് ഉണ്ടാകുന്ന നോക്കും, സ്നേഹത്തിൻ്റെ ഘടകം ഉണ്ടാകുന്ന നോക്കും. കാരണം സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ മഹത്വം. അതുകൊണ്ടാണ് ഒന്നിനു വായിച്ച് 17:24. പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ഇനി ഈ മഹത്വം നൽകപ്പെട്ടത് എങ്ങനെയാണ്? സ്നേഹത്താലാണ്. ഇനി തിരിച്ച് ആ സ്നേഹത്താൽ തന്നെ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പോലെ തന്നെ ദൈവം തിരിച്ച് നമുക്ക് മഹത്വം തരും. അതാണ് 17:5 പറയണത്. 12:28 വായിച്ച്. യോഹന്നാൻ 12:28. ശ്രുതിക്കട്ടെ. യോഹന്നാൻ 12:28.
പിതാവേ പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. പ്രാർത്ഥനയെല്ലാം ഇങ്ങനെ കാച്ചിക്കുറുക്കി അതിൻ്റെ നക്ഷലിലേക്ക് വരികയാണ്. എന്താണ്? ഒറ്റ വരിയായിട്ട് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. തിരിച്ചതിന് ഉത്തരം പറഞ്ഞാൽ എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുക. അവിടെ എൻ്റെ IELTS പാസ്സാക്കണേ നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഇതാണ് വിഷയം വന്നത്. നമ്മൾ വസ്തുവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന അബദ്ധം, നിങ്ങൾ വസ്തു വിറ്റ് തരണേ, മകളെ കല്യാണം നടത്തി തരണേ, മകൾക്ക് കുഞ്ഞുണ്ടായി തരണേ, വീട് വെക്കാൻ പറ്റണേ എന്ന് നിങ്ങൾ വസ്തുവിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണത്. വസ്തുവിനല്ല പ്രാർത്ഥനയെ ടാർഗറ്റ് ചെയ്യേണ്ടത്, വ്യക്തിയെയാണ്, ദൈവത്തെ. അത് സ്നേഹത്തോടെ കൈയടിച്ച് കർത്താവേ ആരാധന ഈ ദൈവത്തിൻ്റെ നാമത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ദൈവത്തോടുള്ള സ്നേഹത്താൽ. ഈ ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കുന്നത്? ദൈവം പ്രസാദാത്മകനാകും. മനസ്സിലാകാൻ സംഭവിക്കും. ദൈവത്തോടുള്ള സ്നേഹത്താൽ നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ പ്രവൃത്തികളാൽ മഹത്വപ്പെടുത്തി കഴിയുമ്പോൾ ദൈവത്തിന് എന്താ സംഭവിക്കുന്നത്? ദൈവം പ്രസാദാത്മകനാകും, സംപ്രീതനാകും. അപ്പോൾ സംപ്രീതനായാൽ എന്ത് സംഭവിക്കും? മോസസ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് അങ്ങയെ മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെ സംപ്രീതനാണെങ്കിൽ എനിക്ക് അത് അറിയിച്ചു തരണമേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 33:13. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പുറപ്പാട് 33:13. അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക. ക്ലിയർ അല്ലേ? അത് എങ്ങോട്ടായി സംഭവം പോണേ? ഇപ്പൊ ദൈവം ആരാണെന്നാണ് പറഞ്ഞത്? ദാനിയേൽ 2:20. ജ്ഞാനവും ശക്തിയും. കൈകൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ കണ്ണിലെടുത്ത് മനസ്സ് പരിശുദ്ധാത്മാവിൽ നിറച്ച് ദൈവസ്നേഹത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ഒരു കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. അച്ഛൻ ഈ കൈകൾ കർത്താവിൻ്റെ രക്തത്തിൽ കുതിരാൻ വേണ്ടി ആ കൈകൾ ആരുടെ ശിരസിൽ വെക്കുന്നുവോ, ആരുടെ ശരീരത്തിൽ വെക്കുന്നുവോ, അത് കർത്താവിൻ്റെ കൈകളായിക്കൊണ്ട് നിങ്ങളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു കൈകൾ കൊടുത്ത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഞാൻ ഉയർത്തിയിരിക്കുന്ന എൻ്റെ ഈ കൈകളിലെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവേ, ഈ കൈകള് എൻ്റെ ശരീരത്തില് എവിടെ വെച്ചാലും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ രോഗത്തെ ഓർത്ത് അവർക്ക് രോഗമുള്ള സ്ഥാനം മനസ്സിലാക്കി അതേ സ്ഥാനത്ത് എൻ്റെ ശരീരത്തില് എൻ്റെ കൈകള് നിന്റെ നാമത്തില് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കും അവർക്കും കർത്താവേ നീ സൗഖ്യം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഗുരുതരമായ രോഗമുള്ളവരെ,
പതിനായിരക്കണക്കിന് മനുഷ്യരെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ദേവാലയത്തിലാണ് ഈ ആരാധന നടക്കുന്നത്. ഈ ആരാധന മധ്യയാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മ അന്ന് പറഞ്ഞത്, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന്. അന്ന് എനിക്ക് അത്രയും മനസ്സിലായില്ല. കാര്യം അന്ന് അമ്മ പറയണ കാലത്ത് ഒരു തരത്തിലുള്ള ദുരന്തവും ഇല്ലായിരുന്നു. പിന്നീട് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. 5-6 കൊല്ലം മുമ്പ് കടന്നുപോയ നിപ്പ വീണ്ടും വന്ന് നമ്മുടെ വായം മൂടി കെട്ടി നമ്മുടെ നഗരങ്ങളെ ബന്ദികളാക്കുന്ന അവസ്ഥ ആവർത്തിക്കുന്നു. ദാറ്റ് മീൻസ് കഴിഞ്ഞുപോയ എല്ലാ ദുരന്തങ്ങളും തിരികെ വരും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയല്ലാതെ അമ്മ അന്ന് പറഞ്ഞത് അതാണ്, ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം തന്ന ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുകയല്ല, നമ്മളത് ജീവിക്കുകയാണ്, അഥവാ ജീവിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ച് എടുക്കുന്നത്. ഇപ്പോഴ് നമ്മൾ നിപ്പ വൈറസ് ബാധിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെയും കർത്താവിന് തിരുസേനയിൽ സമർപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥ ശാസിച്ച് പ്രാർത്ഥിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood, and I cast out the disease and root causes from our country in the name of Jesus Christ our Lord, who is coming to church, both living and dead, led by fire. Amen. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുരേ സുഖമായി എന്റെ ഉള്ളം അരികിൽ വരേണേ. സദയം തുരേ സുഖമായി എന്റെ ഉള്ളം. കഴിഞ്ഞ ദിവസം ഫിഫി എന്നും പറഞ്ഞൊരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞ കാര്യം, അവരുടെ സാക്ഷ്യങ്ങളിൽ കുറേ നല്ല കണ്ടൻറ്റ്സ് ഉണ്ട്. നല്ലൊരു കണ്ടൻറ്റ് അവളുടെ ജോലിയെ ബാധിക്കുന്ന വിഷയത്തെക്കാളുപരി അവളുടെ ഒരു കുഞ്ഞ്, അവളുടെ 4 വയസ്സുള്ള കുഞ്ഞ് അവളോട് ചോദിച്ചേ, അമ്മ എന്തിനാ എപ്പോഴും കൊന്ത ചെല്ലണത്? ജവമാല റാലി നടക്കാൻ പോകുമ്പോൾ അമ്മ ഇതുകൊണ്ട് എന്നെക്കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം തോന്നണം. ആ കാര്യം നമുക്ക് പറ്റിയ സാക്ഷ്യങ്ങളിപ്പോൾ വന്നുകൊണ്ടിരിക്കണത്. അപ്പോൾ കൊന്ത ചെല്ലണത് നമ്മൾ മാതാവിനോട് മധ്യസ്ഥ യാചിക്കണമെന്ന് കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് കുഞ്ഞിനോട് വേറൊരു കാര്യം കൂടി ബിബി പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ ഇന്ന്, കുഞ്ഞിന് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അവൾ സിനിമാ പാട്ടൊക്കെ പാടാൻ കേട്ടിട്ട്. അപ്പോൾ ഫിഫി പറഞ്ഞു, നമ്മൾ ഇന്ന് കിടക്കാൻ നേരത്ത് മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കുമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ പാട്ട് പാടിക്കിടക്കും. അപ്പോൾ ഉടനെ അവർ ആവേ മരിയയുടെ പാട്ട് പാടിക്കൊടുത്ത്, അമ്മ പാടിക്കൊടുത്ത്, കുഞ്ഞ് പാടി, അമ്മയും മകളും കൂടി കിടക്കുകയാണ്. രാവിലെ കുഞ്ഞ് എഴുന്നേറ്റപ്പോൾ അമ്മയോട് പറഞ്ഞ്, അമ്മ ഇന്നലെ മാതാവ് എൻ്റെ അടുത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഫിഫി പറഞ്ഞ്, ഈ മാതാവാണെന്ന് ചോദിച്ചു. അവിടെ ഇരുന്നൊരു മാതാവുണ്ടായിരുന്നു. അപ്പം അത് വേറെ ഒരു ധ്യാന കേന്ദ്രത്തിലെ മാതാവാണ് അവിടെ ഇരുന്നത്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഇതല്ല എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയി മാതാവിനെ കാണിച്ച്. അത് കൃപാസനം മാതാവാണ്. അത് എന്ത് സംഭവിച്ചാൽ, നമ്മൾ അമ്മയെ ഉടമ്പടി തരണ കാലത്ത് എനിക്ക് അറിയത്തില്ല. എന്നെ ഈ സഞ്ചാരി മാതാവ് എന്ന ആൾക്കാർക്ക് ആദ്യം പറയുമ്പോൾ എനിക്കത്രയും കത്തില്ല സത്യം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ദിവസം 2 സാക്ഷ്യങ്ങളെങ്കിലും
മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയാത്ത സാക്ഷികളില്ല. അതെന്താ കാരണം? ഈ ഒരു വ്യക്തി വാഗ്ദാന പേടകമാകുമ്പോൾ സ്വാഭാവികമായിട്ട് സഞ്ചാരി മാതാവ് എന്നുള്ളത് അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. കർത്താവിൻ്റെ വചനം ആര് പാലിച്ചാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി അമ്മ അവിടെ കൂടെ വരും. കാര്യം എന്താണ്? നമ്മളിവിടെ വണങ്ങുന്നത് വാഗ്ദാന പേടകമായ അമ്മയാണ്. അപ്പം നമ്മളൊരു വചനം പാലിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കുകയാണ് ചെയ്യണത്. അതിൻ്റെ സൂചനയായിട്ടാണ് ആൾക്കാർ മാതാവിനെ കാണുകയും ദർശിക്കുകയും ഒക്കെ ചെയ്യണത്. അതിൻ്റെ മെക്കാനിസം അതാണ്. അപ്പോൾ അത് സത്യസന്ധമായിട്ടാണ് ഉടമ്പടി, കലർപ്പില്ലാതെയാണ് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പാലിക്കണത്. അതിൻ്റെ അകത്ത് കലർപ്പുണ്ടാകരുത്. നിങ്ങളുടെ ഒരു ആവശ്യം മാത്രം അതിൻ്റെ തോന്നി നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടക്കണില്ലല്ലോ, വന്നില്ലല്ലോ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കണില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇത് മാത്രം അലങ്കോലപ്പെട്ട് ആവലാതിപ്പെട്ടിരുന്ന ഒരിക്കലും സംഭവം നടക്കത്തില്ല. മറിച്ച് ഇതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ സഞ്ചാരി മാതാവ് നിങ്ങളുടെ വീട്ടിലും വരും. അതിൻ്റെ കാര്യം വരാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത് വാഗ്ദാനത്തിലുള്ളതാണ്. ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിക്ക് ആശീർവാദം തരാൻ ആദ്യമേ എന്നോട് പറഞ്ഞപ്പോഴേ എനിക്കിതിന് വേണ്ടിയാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ പ്രസംഗിച്ചായിരുന്നു, ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ കയ്യിലുള്ളതുപോലെയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാനപേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, നിങ്ങളുടെ കൈകള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ പുരണ്ട വിശുദ്ധീകരിച്ച കൈകളാണ്. ഈ കൈകൾ നിങ്ങളുടെ ശരീരത്തിൽ രോഗമുള്ളിടത്ത് വെക്കാം. അതേസമയം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയായി യാചിച്ചിരിക്കുന്നു. നിങ്ങളോട് കാരുണ്യവും സ്നേഹവും കാണിക്കാൻ ദൈവം എന്തുമാത്രം എന്നെ ഒരുക്കി നിങ്ങൾക്കറിയാവോ? നിങ്ങളെപ്പോലെ തന്നെ ഒരു രോഗിയാണ് ഞാൻ. അതുകൊണ്ടാണ് രോഗമുള്ളവരെ കാണുമ്പോൾ എനിക്ക് വാത്സല്യവും കാരുണ്യവും ഉണ്ടാകുന്നത്. ഞാൻ ആരോഗ്യവാനായിരുന്നെങ്കിൽ രോഗിയെ മനസ്സിലാകത്ത് കൂടിയില്ല. അതും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവരെ ഓർക്കണം. ഇപ്പം അവർക്ക് വേണ്ടി കൂടി അവരുടെ ശരീരത്തിൽ എവിടെയാണ് രോഗം, ആ ശരീരത്തിൻ്റെ ഭാഗം മനസ്സുകൊണ്ട് കണ്ടിട്ട് അത് നിങ്ങളുടെ ശരീരത്തിൽ വെക്കുക. ദൈവം ആ കൈ ദൈവത്തിൻ്റെ കൈയാക്കി മാറ്റിക്കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളെ ദൈവം സുഖപ്പെടുത്തും. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഈ അൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ നിങ്ങളെ ബാധിക്കുന്ന, നിങ്ങളുടെ കൂടപ്പിറപ്പുകളെ ബാധിക്കുന്ന മാരക രോഗങ്ങൾ, തീരാവേദികൾ,
ജീവിത ദുരിതങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ. ആരാധന. സ്വരത്തെ സന്തോഷത്തോടെ അരികിൽ വരണേ. എൻ്റെ മക്കളെ, അച്ഛൻ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളോടൊരു സിമ്പതിയോടുകൂടി ഒരു എമ്പതിയോടുകൂടി പ്രാർത്ഥിക്കണത്. ഐ ഫീൽ വിത്ത് യു. അല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ തലയിലെ മുടി കൊഴിഞ്ഞിരിക്കണമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ഫീൽ ചെയ്യും ഉടനെ. ഇപ്പം ഞാനത് മനസ്സിലാക്കും. നിങ്ങൾ എന്നോട് ചിലപ്പോൾ പറഞ്ഞു കാണും. ഇപ്പോൾ എത്രയോ പേര് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ അവരൊക്കെ തലയിലെ മുടിയൊക്കെ കൊഴിഞ്ഞിരിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ അവരോടൊന്നും ചോദിക്കത്തില്ല അതിനെക്കുറിച്ചോ. പക്ഷേ ഞാൻ അതുകൂടെ പ്രാർത്ഥനയ്ക്ക് വെക്കും. അതാവേ, ഇവൾ കുഞ്ഞാണ്, ചെറുപ്പമാണ്, കല്യാണം പോയി കഴിച്ചിട്ടില്ല, ഇതിനൊക്കെ മുടി കൊഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം നിൻ്റെ കൈ വെക്കണം, ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അവളുടെ കൈ വെക്കണം, പ്രാർത്ഥിക്കും. അതുപോലെ നിങ്ങൾക്ക് അങ്ങോട്ട് മനുഷ്യരോട് സ്നേഹം ഉണ്ടാകണം. ശരിക്കും അവരെല്ലാം നല്ലതുപോലെ ജീവിക്കണം. എന്ത് മനുഷ്യനായാലും, എന്തൊരു ദുഷ്ടനായാൽ പോലും അവനൊരു രോഗിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ കാലാന്തരത്തിൽ അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരും. പക്ഷെ അവൻ സ്വസ്ഥമായിരിക്കണം. അതുപോലെ നിങ്ങൾക്കൊരു ദൈവ മനസ്സുണ്ടാകണം. ഞാൻ ദൈവ മനസ്സുണ്ടെന്ന് പറയുകയല്ല, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ മനസ്സില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിലയില്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിക്ക് ആനുപാതികമായുള്ള ദൈവസ്നേഹത്തിന്റെ ഒരു മനസ്സൊരുക്കത്തിനായി അമ്മ മനസ്സോടെ ഞാൻ ആരാധനയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ കാലത്തിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ എന്റെ നാടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ വീടിന്റെ അഭിഷേകമാക്കി മാറ്റണമേ. ഞാൻ കണ്ടുമുട്ടുന്നവരിലെ ഏറ്റുമുട്ടാൻ ഇടവരുന്നവരിൽ പോലും കർത്താവിന്റെ കൃപ നിറയട്ടെ. സ്വർഗത്തിന്റെ ഉപകരണമായി ദൈവം എന്നെ മാറ്റട്ടെ. ചൈതന്യമായി കത്തി ജ്വലിക്കുവാൻ എന്നെ അഭിഷേകമാക്കണമേ. ശ്രുതിക്കട്ടെ. സുഖമായിടും എൻ്റെ അരികിൽ സദയം തൊടേ സുഖമായിടും എൻ്റെ ഉള്ളം. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കണം. ചിലപ്പോൾ മക്കള്, ഇപ്പം ഭർത്താവൊക്കെ ചില പറയും, ഭർത്താവ് ഇപ്പം നിങ്ങളോട് സ്നേഹമില്ല എന്ന് പറയുന്നു. അപ്പം നിങ്ങളത് ചുമ്മാ ഇങ്ങനെ കേട്ടിട്ട് പോകരുത്. ചേച്ചി വിഷമിക്കേണ്ട, അത് ഞാൻ പ്രാർത്ഥിക്കാം. അവർക്ക് വിശ്വാസം ഉണ്ടായില്ലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മതി. നമുക്ക് അവരുമായിട്ടുള്ള ബാധ്യതയേക്കാൾ വലിയ ബാധ്യത ദൈവവുമായിട്ടാണ്. അപ്പം ദൈവത്തോട് പറയണം, ചേച്ചി വിശ്വാസത്തിലേക്ക് വരണം. അവളുടെ ഭർത്താവിനെ തിരികെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ അവൾക്ക് ആശ്വാസമായി കൊടുക്കണം. ഇതുപോലെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ അവരുടെ ഒരു മിഷനറി ആയിട്ട് മാറണം. പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നെ നിന്റെ മിഷനറി ആക്കണമേ. നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ ശക്തിയുടെ, നിന്റെ സൗഖ്യത്തിന്റെ പ്രേക്ഷിതനായി എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഇപ്പൊ നിങ്ങളുടെ മകൻ അമേരിക്കയിൽ PR കിട്ടാതെ വിഷമിക്കുകയാണ്. ആ മമ്മിയോട് പറഞ്ഞു, മമ്മി ഉടമ്പടി എടുത്തിട്ട് മമ്മി നന്നായിട്ട് ചെയ്യണില്ലേ, എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോരേണ്ടി വരുമല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മകനെ, ഞാൻ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നീ പറയും. പക്ഷെ നീ കേൾക്കണ വാർത്ത എന്താണ്? നിൻ്റെ ബന്ധുവിന് സ്റ്റേറ്റിൽ PR കിട്ടിയെന്നാകും. അപ്പോൾ നിങ്ങളുടെ മോന്ത എങ്ങനെ ഉണ്ടാകും? പട്ടി മുള്ളിയ പോലെ ഇരിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാകും. കാര്യം ദൈവസ്നേഹമില്ലാതെ സ്വന്തം മക്കളെ കാര്യം ഓർത്ത് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചു. മറ്റുള്ളവർക്ക് ദൈവം അത് കൊടുത്തപ്പോൾ അത് ദൈവമാണെന്ന് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവ് ഈ മനുഷ്യന് ഇല്ലാതെ പോയി. അത് ആവശ്യമാണ്. മറ്റുള്ളവർക്ക് സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ വചനത്തിലുള്ളത്. പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് തരേണ്ട അനുഗ്രഹം, അതേ അനുഗ്രഹം തന്നെ മറ്റുള്ളവർക്ക് കിട്ടിയെന്നറിയുമ്പോൾ, അത് നീയാണ് കൊടുത്തതെന്നറിയുമ്പോൾ എന്റെ ഹൃദയത്തെ സന്തോഷത്താൽ നിറക്കാൻ മാത്രം പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്ത് ഉടമ്പടിക്ക് ഒരുക്കമുള്ളവരായി എന്നെ ഉയർത്തണമേ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഒരുമിച്ച് എല്ലാവരും സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒത്തിരി ടെസ്റ്റ് നടത്തി, ഒത്തിരി ഇൻ്റർവ്യൂ നടത്തി, ഒത്തിരി പരീക്ഷ നടത്തി, ഒത്തിരി പെണ്ണ് കണ്ട്, ഒത്തിരി ചെറുക്കനെ കണ്ട്, ഒത്തിരി ലോൺ വേണ്ടി വെച്ച് റിജക്റ്റ് ചെയ്ത് ഒന്നിനും കൊള്ളാത്തവരായി, നമ്മൾ ചെള്ളു കണക്കെ തള്ളപ്പെട്ടവരായി, ദൈവത്തിന് പോലും വേണ്ടാത്തവരായി നിൽക്കുന്ന വ്യക്തികളാണെന്ന് സ്വയം ശപിച്ച് ജീവിക്കുന്നവരുടെ മേലെ കർത്താവിൻ്റെ കരുണ ചൊരിയുന്ന സമയമാണിത്. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ജീവിക്കുന്ന ലോകത്തിലെ അൾത്താറയിൽ 10,000 സാക്ഷ്യം പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഇടത്തു നിന്നുകൊണ്ട് യാക്കോബിൻ്റെ കോവേണി ചാരി വെച്ചിരിക്കണത് ഇവിടെയാണെന്ന് തോന്നും വിധം 10,000 ദൈവത്തെ കണ്ടുമുട്ടിയ സ്വർഗത്തിൻ്റെ കവാടത്തിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥ, കർത്താവിൻ്റെ അമ്മ യേശുവിൻ്റെ മധ്യസ്ഥയായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ശ്രുതിക്കട്ടെ. ദുരിതങ്ങള് എല്ലാ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മഹത്വം മഹത്വം സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എല്ലാവരും സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. വിദ്യാഭ്യാസ മേഖലയിൽ തടസ്സമുള്ളവരെ, വിദേശ യാത്രയ്ക്ക് തടസ്സമുള്ളവരെ, സ്വന്തം നാട്ടിലെ ജപ്തി നടപടിക്കും ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരങ്ങൾ, കച്ചവടങ്ങൾ, ഏജൻസികൾ എല്ലാം നഷ്ടത്തിൽ വന്ന് വലിയ കട വന്നു പോയ ആൾക്കാർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കർത്തൃ തിരുസന്നിധിയിൽ നിങ്ങളുടെ കടങ്ങൾ, നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, ചിലപ്പോൾ ചില ഭർത്താക്കന്മാർ വിട്ടുപോയിട്ടുണ്ട്, കാണാതെ പോയവരുണ്ട്, മക്കൾ കാണാതെ പോയവരുണ്ട്, വസ്തുവകൾ കാണാതെ പോയവരുണ്ട്, ആധാരവും പ്രമാണവും കാണാതെ പോയവരുണ്ട്, ജീവിതം അതുകൊണ്ട് വഴിമുട്ടിപ്പോയവരുണ്ട്, മക്കള് അമ്മയെ വിളിക്കാത്തവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, ബന്ധം വിട്ടുപോയവരുണ്ട്. എൻ്റെ ഭാരങ്ങളുള്ള വ്യക്തിയാണ് നീ എങ്കിൽ കർത്താവിൻ്റെ കരം
ആണിപ്രധാന കരം, തിരസ്കരിക്കപ്പെട്ട കരം, ഉപേക്ഷിക്കപ്പെട്ട കരം, മുത്തിക്കൊണ്ട് ഒറ്റുകൊടുക്കപ്പെട്ട കരം, തള്ളിപ്പറയപ്പെട്ട കരം, കർത്താവിൻ്റെ കരം, ഇതാ ഉയർത്തെഴുന്നേറ്റ കരം നിന്നെ സ്പർശിക്കുന്നു. ശ്രുതികടേ 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 കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളത്തിൽ ദൈവശക്തിയ തടസ്സങ്ങളും ദോഷങ്ങളും രോഗങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. ദൈവിക ശക്തികളുടെ സദയം തുടേ